അതേപോലെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദേവകർമ്മങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷക മേഖല അനുകൂലമാണ്. ടൂറിസ്റ്റ് മേഖല കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. നയതന്ത്ര മേഖലയൊക്കെ അനുകൂലമാണ്. പൊതുവെ ബിസിനസ് ഒരു ഗുണദോഷ സമ്മിശ്രമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊന്നും കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. വിവാഹ സംബന്ധമായ മേഖല, മാരേജ് ബ്യൂറോ അനുകൂലമല്ല. ബ്യൂട്ടി പാർലർ അനുകൂലമല്ല. ഇൻറ്റീരിയർ ഡിസൈൻസ്, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്ര മേന്മയില്ല. നഴ്സിംഗ് മേഖല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അനുകൂലമല്ല. സിനിമാ മേഖല, ആഭരണ മേഖല, കലാരംഗം അനുകൂലമല്ല. ഉപഭോക്തൃ സംരക്ഷണ മേഖല അത്ര അനുകൂലമല്ല. ഹോം നഴ്സിംഗ് മേഖലയും അത്ര അനുകൂലമല്ല. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലാ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലം ആണ്. ഇനി നമുക്ക് തുലാം രാശി. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം. തുലാക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത കുറച്ച് ദിവസങ്ങളിൽ ഒന്നാണ് ഇത്. കുറേ ദിവസങ്ങളായി ഞാനിങ്ങനെ തുലാക്കൂറുകാർക്ക് അത്ര മേന്മയില്ല എന്ന് പറയുന്നു. പൊതുവേ തുലാക്കൂറുകാർക്ക് അത്ര മേന്മയില്ലാത്തത് കൊണ്ടാണ്. നന്നായി ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് വേണം അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി. എന്നാൽ അവർക്ക് വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊക്കെ അനുകൂലമാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, PR മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. IT മേഖല ഒട്ടും അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമല്ല. കച്ചവടം ഒട്ടും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖലകൾ അനുകൂലമല്ല. IT മേഖല, അതേപോലെ ഇലക്ട്രോണിക്സ് മേഖല, ഡ്രൈവർമാർ, ലോട്ടറി കച്ചവടക്കാർ, ഇങ്ങനെയുള്ള തുലാം രാശിക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവാധീനം വളരെ കുറവാണ്. ടൂറിസം മേഖലയിലെ, അതിൽ അഭിഭാഷക വൃത്തി ചെയ്യുന്നവർ, ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർ, ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ബ്യൂട്ടി പാർലർ, വാഹനങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലുള്ളവർക്ക് ഒട്ടും അനുകൂലമല്ലാത്തൊരു മേഖലയാണ്. അതുപോലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. പൊതുവേ തുലാം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത ദിവസം ആണ്. വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറുകാർക്ക് ദോഷകരമാണെങ്കിലും ദൈവാധീനമുണ്ട്. അതിൻ്റെ ഒരു മേന്മ അവർക്കുണ്ടാകും. ഫാഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ്. ആഡംബര മേഖല അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് മേഖലയ്ക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈൻസ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മേന്മയുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ മേഖല, അതേപോലെ നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപർ, ഇവർക്കൊക്കെ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റുകൾ സൃഷ്ടിക്കുക, അങ്ങനെയുള്ളവർക്ക് മേന്മയുണ്ട്. ടൂറിസം മേഖല, ബിസിനസ് രംഗം പൊതുവെ അനുകൂലം ആണ്. അതേപോലെ അവരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖലയൊക്കെ മേന്മയുള്ളതാണ്. മനോരോഗ ചികിത്സാ രംഗം, പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾക്കൊക്കെ മേന്മയുണ്ട്. ശീതളപാനീയ കച്ചവടം അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല പൊതുവെ അനുകൂലമാണ്. ബേക്കറി, അതേപോലെ ഭക്ഷണ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമാണ്. എന്നാൽ എടുത്തു പറയാത്ത ആരോഗ്യ മേഖലകളൊന്നും തന്നെ അനുകൂലമല്ല. കച്ചവടങ്ങൾ പൊതുവെ അനുകൂലമല്ല. രാഷ്ട്രീയക്കാർ, ശില്പികൾ അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യങ്ങൾ, സ്വർണ്ണ മേഖല ഒന്നും അനുകൂലമല്ല. അതേപോലെ ഇലക്ട്രിക് മേഖലയിൽ ഡ്രൈവർമാർ, ലോട്ടറി കച്ചവടക്കാർ, ഇവരൊക്കെ വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കണം. പോലീസ്, കോടതി, IT മേഖല ഒന്നും അനുകൂലമല്ല. കച്ചവടം പൊതുവെ അനുകൂലം അല്ലാത്തതാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർക്കൊന്നും വൃശ്ചികക്കൂറ് അനുകൂലമല്ല. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖലയൊന്നും അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദികൾ ഇവർക്കൊന്നും തന്നെ അനുകൂലമല്ല. ഇനി ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം
ഗുണകരമായ ഒരു ദിവസമാണ്, പൊതുവെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും ആരോഗ്യ മേഖല അത്ര അനുകൂലമല്ല, കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമല്ല, രാഷ്ട്രീയക്കാർ, ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ ഇതൊന്നും അനുകൂലമല്ല. അതേപോലെ കച്ചവട മേഖലയും ധനുക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതല്ല. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര മേഖല, വിവാഹ മേഖല, ബ്യൂട്ടി പാർലർ മേഖല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, നഴ്സിംഗ് ഇവർക്കൊക്കെ അനുകൂലമാണ്. വാഹനങ്ങൾ, പൊതുവെ ആഭരണ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മേന്മയുണ്ട് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപർ ഇവർക്കൊന്നും അത്ര മേന്മയില്ല. സർക്കാർ ജീവനക്കാർ, ആസൂത്രണം ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നുമില്ല. ഈ പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ടൂറിസം മേഖല, ബിസിനസ് മേഖല ഇവർക്കൊന്നും അത്ര അനുകൂലമായതല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല, എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, ഡേറ്റ അനാലിസ്റ്റുകൾ, ധനകാര്യ മേഖല, PR മേഖല ഇവർക്കൊക്കെ മേന്മയുള്ള ദിവസം ആണ്. ഈ കച്ചവടക്കാർ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കുക, അവർക്ക് അത്ര മേന്മയുള്ള ദിവസം എന്ന് പറയാൻ പറ്റില്ല. അതിൽ ആട് ഫാം നടത്തുന്നവർ, IT മേഖലക്കാർ, ഡ്രൈവർമാർ, പോലീസുകാർ ഇങ്ങനെയുള്ളവർക്കൊന്ന് ശ്രദ്ധിക്കണം. ലോട്ടറി കച്ചവടക്കാരായ ധനുക്കൂറുകാർക്ക് അത്ര മേന്മയുണ്ടാകില്ല. ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമാണ്. ഇനി മകരക്കൂറ്, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യ മേഖല അത്ര അനുകൂലമല്ല. പഴക്കച്ചവടക്കാരെ പോലുള്ള കച്ചവടം ഒട്ടും അനുകൂലമല്ല. പൊതുവെ കച്ചവടം അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, രാഷ്ട്രീയക്കാർ അനുകൂലമല്ല. സ്വർണ്ണ മേഖല, അതേപോലെ എക്സിക്യൂട്ടീവ് രംഗമൊന്നും അനുകൂലമല്ല. കാർഷിക മേഖല, ടെക്സ്റ്റൈൽസ് മേഖലയും മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേരിട്ട് നിൽക്കുന്ന തൊഴിലുകൾ, അതേപോലെ പെയിൻറ്റിങ് വർക്ക് ഇതൊന്നും അനുകൂലമല്ല. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകൾ അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല അനുകൂലമല്ല. അഗ്നി, സാഹസിക കർമ്മങ്ങൾ, കച്ചവടം ഇതൊക്കെ അത്ര മേന്മയില്ലെങ്കിലും മധ്യമാവസ്ഥയിൽ നിൽക്കുന്നതാണ്. ഇലക്ട്രോണിക്സ് മേഖലക്കാർക്ക് അനുകൂലമാണ്. ഡ്രൈവർമാർക്ക്, ലോട്ടറി കച്ചവടക്കാർക്കൊക്കെ വലിയ ദോഷമില്ല. IT മേഖല അനുകൂലമാണ്. ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള ബിസിനസ് പൊതുവെ അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല അനുകൂലമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. ഡേറ്റ അനാലിസ്റ്റുകൾ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഗവേഷകർ ഇവർക്ക് അനുകൂലമല്ല. PR മേഖല, ധനകാര്യ മേഖലയും മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. എന്നാൽ ദേവകർമ്മങ്ങൾ, കൺസൾട്ട് മേഖലയ്ക്ക് അനുകൂലമാണ്. അഭിഭാഷകർക്ക് അനുകൂലമാണ്. ആസൂത്രണം, പ്രൊജക്റ്റുകൾ ഇവർക്കൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർ, ടൂറിസം, ബിസിനസ് രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലകൾ, മാരേജ് ബ്യൂറോ, ബ്യൂട്ടി പാർലർ അനുകൂലമാണ്. ഹോസ്പിറ്റല്, നഴ്സിംഗ് മേഖലയ്ക്ക് അനുകൂലമാണ്. വാഹനങ്ങൾ, ആഭരണ മേഖല, ഇൻറ്റീരിയർ ഡിസൈൻ ഇത് അനുകൂലമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് വേറെ ചില തൊഴിലുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായിരിക്കില്ല. അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അവർക്ക് അനുകൂലമല്ല. എന്നാൽ ഹോട്ടൽ മേഖല മാനേജ്മെൻറ്റ് പൊതുവെ അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് പണിയെടുക്കുന്നവർ, മത്സ്യമാംസാധികാരികൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലം അല്ല. ഇനി കുംഭം, അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമല്ല. ബിസിനസ് രംഗം ഒട്ടും അനുകൂലമല്ല. കച്ചവടം അനുകൂലമല്ല. അതേപോലെ ആരോഗ്യ മേഖല ഒട്ടും അനുകൂലമല്ല. സ്റ്റാർട്ടപ്പുകൾ, രാഷ്ട്രീയക്കാർ ഇവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നവരൊക്കെ. അതുപോലെ കാർഷിക മേഖല അനുകൂലമല്ല.
ഈ കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് എന്തെങ്കിലും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് അനുകൂലമാവുള്ളൂ. ഈ ടെക്സ്റ്റൈൽസ് മേഖലയിലൊക്കെ ബിസിനസ് കച്ചവട മേഖലയൊക്കെയാണ്. അതുകൊണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയൊന്നും അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, അങ്ങനെ പ്രവർത്തിക്കുന്നവർ, ഈ മീൻപിടുത്തക്കാർ, ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. മൃഗസംരക്ഷണ മേഖല, ഭക്ഷണ മേഖല, ഇതൊന്നും അനുകൂലമല്ല. എന്നാൽ ഹോട്ടൽ വ്യവസായക്കാർക്ക് അനുകൂലമാണ്. ഹോട്ടൽ മേഖല തൊഴിലാളികൾക്ക് അനുകൂലമല്ല. സ്റ്റീല്, ഇരുമ്പ് മുതലായവയൊന്നും അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. ലോട്ടറി കച്ചവടം, ഇലക്ട്രോണിക്സ് മേഖല, ഡ്രൈവർമാർ, ഇവരൊന്നും കുംഭം രാശിക്കാർക്ക് അനുകൂലമല്ല. എന്നാൽ വിദ്യാഭ്യാസ മേഖല, സോഷ്യൽ മീഡിയ പ്രവർത്തകർ, എഴുത്തുകാർ, പത്രപ്രവർത്തകർ, ഡാറ്റ അനാലിസ്റ്റുകൾ, ഇവർക്കൊക്കെ അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, കൺസൾട്ട് മേഖലയിലുള്ളവർക്ക്, അഭിഭാഷകർക്ക്, ഇവർക്കൊന്നും അനുകൂലമല്ല. ടൂറിസം മേഖല, സർക്കാർ ജീവനക്കാർ, നയതന്ത്ര മേഖലയിലുള്ളവർക്ക് അനുകൂലമല്ല. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, ബ്യൂട്ടി പാർലർ, ഇവർക്ക് അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖല, ശുചീകരണ മേഖല, ഹോട്ടൽ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്ന കുംഭക്കൂറുകാർക്കൊന്നും അനുകൂലമല്ല. ഇനി മീനം, പൂരുരുട്ടാതി, അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു സമയം തന്നെയാണ്. എങ്കിലും ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, ഈ ഭാഗമൊക്കെ കൊള്ളാം. വിവാഹ സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ്. സിനിമ മേഖല, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, നഴ്സിംഗ് മേഖല, വാഹനങ്ങൾ, ഇൻറ്റീരിയൽ ഡിസൈൻ, ഇവർക്കൊക്കെ അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, ആഭരണ മേഖലയിൽ, ഹോം നഴ്സിംഗ് മേഖല, ഇവർക്കൊക്കെ ഗുണകരമാണ്. ഉപഭോക്തൃ സംരക്ഷണ മേഖലയിലൊക്കെ ഗുണകരമാണ്. എന്നാൽ പൊതുവെ കച്ചവടക്കാർക്ക് അനുകൂലമല്ല. പൊതുവെയുള്ള ആരോഗ്യ മേഖല, എടുത്തു പറയാത്ത ആരോഗ്യ മേഖലകൾക്ക് അനുകൂലമല്ല. അതേപോലെ തൊഴിലാളി മേഖലയിൽ നിൽക്കുന്ന നിർമ്മാണ പ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുന്ന തൊഴിലാളികൾക്ക്, ശുചീകരണ തൊഴിലാളികൾക്ക്, ഹോട്ടൽ മേഖലാ തൊഴിലാളികൾക്ക്, ഇങ്ങനെയുള്ളവർക്കൊന്നും അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടം അനുകൂലമല്ല. ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, കൺസൾട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ബിസിനസ്സുകാർക്ക് അനുകൂലമല്ല. പത്രപ്രവർത്തകർക്കൊന്നും അത്ര അനുകൂലമല്ല. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. ഇങ്ങനെ പൊതുവെ മീനക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ മിഥുനം, തുലാം, കുംഭം, മീനം, ഈ കൂറുകാർ നന്നായിട്ട് ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കുറേയൊക്കെ മേന്മ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഇതിൽ പരിഹാരങ്ങൾ പറയാത്തത് ജാതകം നോക്കി പരിഹാരം പറഞ്ഞാലാണ് അത് പ്രാധാന്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് ചാരവശാലുള്ള ഫലമാണ്, ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം വരുന്ന ഫലമാണ്, ചന്ദ്രാധിഷ്ഠിതമായ രാശിയെ ആധാരമാക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം ചെയ്താലും മതി. നന്നായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഈ ദോഷങ്ങളുള്ളവർക്ക് ഒരുപാട് ഗുണം കിട്ടും. അപ്പോൾ നന്നായി നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, ധർമ്മദൈവം അഥവാ മൂല കുടുംബത്തിലൊക്കെ പോയി ദർശനം നടത്തുക, ധർമ്മദേവാദി ഇഷ്ടദേവതകളുടെയൊക്കെ നാമം ജപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പറയുന്ന ദോഷങ്ങൾ പരിധി വരെ കുറയും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. 6/3/2025 വ്യാഴാഴ്ചത്തെ തൊഴിൽ മേഖല എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും നമസ്തേ. ഇതിനു മുമ്പ് ഈ തൊഴിൽ മേഖല നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു സ്റ്റിക്കറാണെങ്കിലും ചെയ്യുക, തുടർച്ചയായിട്ട് ലഭിക്കണമെന്നുള്ളവർ. അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ തൊഴിൽ മേഖലകൾ വളരെയധികം ധാരാളമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തൊഴിൽ മേഖല കമൻറ്റ് ചെയ്യാമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാനായിട്ട്, ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന അതിനോടനുബന്ധ തൊഴിൽ മേഖലകൾക്കൊക്കെ ഇത് ഒരേപോലെ തന്നെയായിരിക്കും ഈ ഫലങ്ങളെന്ന് മനസ്സിലാക്കണം. നമുക്ക് ഫലത്തിലേക്ക് വരാം. അതേപോലെ ഈ തൊഴിൽ മേഖല എന്ന പോസ്റ്റ് ഉച്ചയ്ക്ക് 3 PM യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക. അതേപോലെ നക്ഷത്ര ഫലങ്ങൾ എന്ന ഒരു പോസ്റ്റും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ അത്യാവശ്യം വേണ്ട ഫലങ്ങളും അതിനകത്തുണ്ട്. ആ ഫലങ്ങൾ
രാവിലെ 10 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കാണുക, രണ്ടും കാണുക, രണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. രണ്ടും നിങ്ങളുടെ ഓരോ ദിവസത്തെയും വ്യക്തിപരമായ കാര്യങ്ങളുമായി വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഇത് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് എന്ന് പറയുന്നത്. ഈ മേടക്കൂറുകാർക്ക് പൊതുവെ 6/3/2025 വ്യാഴാഴ്ച അനുകൂലമായ ദിവസം ആണ്. അതേപോലെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു നേട്ടവുമൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആരോഗ്യ മേഖല പൊതുവെ അവർക്ക് അനുകൂലമാണ്. അതേപോലെ കച്ചവടം അവർക്ക് പൊതുവെ അനുകൂലമാണ്. കച്ചവട സ്ഥാപനങ്ങൾ, രാഷ്ട്രീയക്കാർ, ശില്പികൾ ഇവർക്കൊക്കെ അനുകൂലമാണ്. സ്റ്റാർട്ടപ്പുകൾ അനുകൂലമാണ്. കലാരംഗം, ആയോധന കലാരംഗമൊക്കെ അനുകൂലമാണ്. പൊതുവെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ മേന്മയുള്ള ദിവസമാണ്. എന്നാൽ കാർഷിക മേഖല മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖലയും അനുകൂലമല്ല. ആരോഗ്യ മേഖല അനുകൂലമാണെങ്കിലും മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അത്ര മേന്മയേറിയതല്ല. പെയിൻറ്റിങ് മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, അതേപോലെ വഴിയോര കച്ചവടത്തിലൊക്കെ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ അനുകൂലമല്ല. വഴിയോര കച്ചവടത്തിലൊക്കെ ഈ ശീതളപനിയ കച്ചവടമൊന്നും അത്ര മേന്മയില്ല മേടക്കൂറുകാർക്ക്. മൃഗസംരക്ഷണ മേഖലയും അത്ര മേന്മയില്ല. ഭക്ഷണത്തിൻ്റെ വിതരണം അത്ര അനുകൂലമല്ല. ഭക്ഷണം ഉണ്ടാക്കുക, വിതരണം ചെയ്യുക, അങ്ങനെയുള്ള മേഖലകളൊന്നും അത്ര മേന്മയില്ല. സാമൂഹ്യ പ്രവർത്തകർ വളരെയധികം മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. സാഹസിക പ്രവർത്തികൾ, അഗ്നിസംബന്ധമായ തൊഴിലൊക്കെ അനുകൂലമാണ്. പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞു കച്ചവടം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയൊക്കെ അനുകൂലമാണ്. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖല അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇരുമ്പ്, സ്റ്റീൽ മുതലായ കൊണ്ടുള്ള പ്രവർത്തനം അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല പൊതുവെ അനുകൂലമല്ല. എങ്കിലും ആട് ഫാം നടത്തുന്നവർക്ക് മേടക്കൂറുകാർക്ക് അനുകൂലമാണ്. IT മേഖല അനുകൂലമാണ്. മാനേജിംഗ് മേഖല, ഡ്രൈവർ മേഖല, സ്പോർട്സ് രംഗം, പോലീസ്, കോടതി ഇതൊക്കെ അനുകൂലമാണ്. ലോട്ടറി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖല മേടക്കൂറുകാർക്ക് അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് മേടക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർക്കൊന്നും അനുകൂലമല്ല. ഗവേഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമല്ല. ധനകാര്യ മേഖല, PR വർക്ക് ഇവർക്കൊന്നും അത്ര മേന്മയുള്ളതല്ല. എന്നാൽ ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. കോടതിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, ആസൂത്രണം, പ്രൊജക്റ്റ് ഇതൊക്കെ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമാണ്. അതേപോലെ ഫാഷൻ മേഖല അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇതിൻ്റെയൊക്കെ കാര്യം അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ അനുകൂലം. ഇൻറ്റീരിയർ ഡിസൈൻ അനുകൂലം. വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമാണ്. നഴ്സിംഗ് മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. അതേപോലെ നിർമ്മാണ മേഖല, മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നത്, ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖല ഇതൊക്കെ പൊതുവെ അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ് മേടക്കൂറുകാർക്ക്. മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസം തന്നെയാണ് 6/3/2025. ജാതകം കൂടെ വളരെ അനുകൂലമാണെങ്കിൽ വളരെയധികം അനുകൂലം കിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ജാതകം അനുകൂലമാണെങ്കിൽ പിന്നെ ഇത് എന്തിനാണെന്നാണ്. ജാതകം പ്രതികൂലമാണെങ്കിലും ഇത് അനുകൂലമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. അപ്പോൾ ജാതകം പ്രതികൂലമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഗുണം കുറയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനും ഫലം ഉണ്ടായത്. പക്ഷേ ജാതകവും ഇതും അനുകൂലമാണെങ്കിൽ നല്ല ഫലം ഉണ്ടാവും. അതാണ് എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക.
നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പൊതുവായ കമൻറ്റുകൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഫലത്തെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം മാത്രമേ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇടാവൂ, അല്ലെങ്കിൽ ആവശ്യമുള്ള ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് അത്ര മേന്മയുള്ള ദിവസം എന്ന് പറയാൻ കഴിയില്ല. ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ മേഖലയിലെ. അപ്പോൾ തൊഴിൽ മേഖല ഇടവക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ്. എങ്കിലും ആരോഗ്യ മേഖല പൊതുവെ അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ ഇവർക്കൊക്കെ അനുകൂലമാണ്. പഴക്കച്ചവടക്കാർക്ക് അനുകൂലമാണ്. പൂജാദ്രവ്യങ്ങൾ, സ്റ്റാർട്ടപ്പ് ഒക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. അതേപോലെ മരവുമായി ബന്ധപ്പെട്ട വർക്കുകൾ അനുകൂലമാണ്. സ്വർണ്ണ മേഖല അനുകൂലമാണ്. കാർഷിക മേഖലയിലും ടെക്സ്റ്റൈൽസ് മേഖലയിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖലയിലുള്ളവർക്ക് അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, പരിസ്ഥിതി പ്രവർത്തകർക്ക് അനുകൂലമാണ്. ഈ ശീതളപാനീയമൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല ഇടവക്കൂറുകാർക്ക് അനുകൂലമാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എന്നാൽ പൊതുവെ ഇടവക്കൂറുകാർക്ക് കച്ചവടം അത്ര മേന്മയുള്ളതായിരിക്കില്ല. സാഹസിക കർമ്മങ്ങളൊന്നും അത്ര മേന്മയില്ല. അഗ്നി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖല അത്ര അനുകൂലമായതല്ല. സാങ്കേതിക മെക്കാനിക്കൽ എഞ്ചിനീയർ വിഭാഗം അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലയിലൊന്നും ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് ഇതുകൊണ്ടുള്ള വ്യവസായം അനുകൂലമല്ല. ആട് ഫാം അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല. മാനേജിംഗ് മേഖല അത്ര മേന്മ നിറഞ്ഞതായിരിക്കില്ല. ഡ്രൈവർ, ഇലക്ട്രോണിക്സ് മേഖലകൾ ഇത് അനുകൂലമല്ല. സ്പോർട്സ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഇടവക്കൂറുകാർക്ക് മേന്മയുള്ള ദിവസമല്ല. പോലീസ്, കോടതി ഇതൊന്നും അനുകൂലമല്ല. യന്ത്രങ്ങളുടെ മെക്കാനിക്സ് മേഖല അനുകൂലമല്ല. ലോട്ടറി കച്ചവടമൊന്നും അത്ര മേന്മയുള്ളതല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ എന്നിവർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർക്ക് അനുകൂലമാണ്. ഡേറ്റ അനാലിസിസ്റ്റുകൾക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖല ഇതൊക്കെ അനുകൂലമാണ്. ദേവകർമ്മങ്ങൾ, കൺസൾട്ടിംഗ് മേഖല, അഭിഭാഷകർ, ന്യായാധിപന്മാർ ഇവർക്കൊന്നും അത്ര മേന്മയില്ല. സർക്കാർ ജീവനക്കാർക്ക് ഇടവക്കൂറുകാർക്ക് മേന്മ കുറഞ്ഞ ദിവസമാണ്. അതേപോലെ പ്രൊജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിന് വളരെയധികം ശ്രദ്ധിക്കണം. ടൂറിസം മേഖല അനുകൂലമല്ല. പൊതുവെ ബിസിനസ് അത്ര മേന്മയുള്ളതൊന്നുമല്ല ഇടവക്കൂറുകാർക്ക്. എന്നാൽ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ അനുകൂലമാണ്. ബ്യൂട്ടി പാർലറൊക്കെ അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ, നേഴ്സ് മേഖല അനുകൂലമാണ്. സിനിമാ മേഖല, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. ആഭരണ മേഖല അനുകൂലമാണ്. ഉപഭോക്തൃ മേഖല, ഹോം നേഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖല ഒട്ടും അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർ, അതുമായി ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാം. ഇനി മിഥുനം രാശി. മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നും അല്ല. പൊതുവെ അനുകൂലമല്ലാത്തൊരു ദിവസമാണ്. എങ്കിൽ പോലും സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. പത്രപ്രവർത്തകർ, ഡേറ്റ അനാലിസിസ്റ്റുകൾ ഇവർക്ക് അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലമാണ്. വിദ്യാഭ്യാസ മേഖല പൊതുവെ അനുകൂലമാണ്, ഞാനത് പറഞ്ഞു. എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്കൊന്നും അത്ര അനുകൂലമല്ല.
കച്ചവടക്കാർക്ക് പൊതുവെ അനുകൂലമല്ല. രാഷ്ട്രീയക്കാർ, ശില്പികൾ ഇങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. ആരോഗ്യ മേഖലയും അത്ര അനുകൂലമല്ല. ഇലക്ട്രോണിക്സ്, അതുപോലെ ഡ്രൈവിംഗ് മേഖല, ലോട്ടറി സംബന്ധം, IT മേഖല, ഇതൊന്നും മിഥുനക്കൂറുകാർക്ക് അത്ര അനുകൂലമായതല്ല. സർക്കാർ ജീവനക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ദേവകർമ്മങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമൊന്നുമല്ല മിഥുനക്കൂറുകാർക്ക്. ടൂറിസം മേഖല, അതേപോലെ അഭിഭാഷകർ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഫാഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ബ്യൂട്ടി പാർലർ, വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനായിട്ട് മിഥുനക്കൂറുകാർ ശ്രദ്ധിക്കണം. സിനിമാ മേഖല അനുകൂലമല്ല. ആഭരണ മേഖല അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ മേഖലകളും ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്നവരൊക്കെ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് 6-ാം തീയതി. ഇനി 6-ാം തീയതി. ഇനി അടുത്തത് 4ാമത്തെ രാശിയാണ്. അതാണ് 4 പറഞ്ഞത്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യമാണ് കർക്കിടകക്കൂറ്. ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ്. കാർഷിക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമാണ്. മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖല അനുകൂലമാണ്. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകൾ, അതുപോലെ ഈ ശീതളപാനീയം, വഴിയോര കച്ചവടമൊക്കെ പൊതുവേ കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല, അതുപോലെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം, അതൊക്കെ അനുകൂലമാണ്. സാമൂഹിക മേഖലകൾ അനുകൂലമാണ്. എന്നാൽ കർക്കിടകക്കൂറുകാർക്ക് കച്ചവടം പൊതുവേ മേന്മയുള്ളതായിരിക്കില്ല. സാഹസ്യ കർമ്മങ്ങൾ, അഗ്നിസംബന്ധമായ കാര്യങ്ങളൊന്നും മേന്മയില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലക്കാർ പ്രത്യേകം കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കണം. പ്രതിരോധ സൈനിക മേഖല, സാങ്കേതിക, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ് മേഖല ഒന്നും അനുകൂലമല്ല. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഒരു ശ്രദ്ധ, വളരെ കരുതൽ വേണം. ഇരുമ്പ്, സ്റ്റീല് മുതലായ വ്യവസായങ്ങൾ നടത്തുന്നവർക്കും വളരെ ശ്രദ്ധ വേണ്ട ആവശ്യമാണ്. ആട് ഫാം അനുകൂലമല്ല. IT മേഖല പൊതുവെ അനുകൂലമല്ല. മാനേജിംഗ് മേഖല അനുകൂലമല്ല. ലോട്ടറി കച്ചവടം, ഡ്രൈവർമാർ ഇവരൊക്കെ ശ്രദ്ധിക്കുക. സ്പോർട്സ് രംഗം, പോലീസ്, കോടതി ഇവരും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അതേപോലെ വിദ്യാഭ്യാസ മേഖല കർക്കിടകക്കൂറുകാർക്ക് അനുയോജ്യമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് മീഡിയയിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും കർക്കിടകക്കൂറുകാർ ഈ ദിവസം. എഴുത്തുകാർ, കവികൾ ഇവർക്ക് അനുകൂലമല്ല. പത്രപ്രവർത്തകർക്ക് അനുകൂലമല്ല. ഗവേഷകർ, ഡാറ്റ അനാലിസിസ്റ്റുകൾ, PR മേഖല, ധനകാര്യ മേഖലയൊന്നും കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ലാത്തതാണ്. എന്നാൽ ദേവകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കൺസൾട്ടിംഗ് മേഖല അനുകൂലമാണ്. അഭിഭാഷകർ, ന്യായാധിപന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക്, ആസൂത്രണം, പ്രൊജക്റ്റുകൾ ഇങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല അനുകൂലമാണ്. നയതന്ത്ര മേഖല, രാജ്യാന്തര മേഖലയൊക്കെ അനുകൂലം ആണ്. അതേപോലെ ഫാഷൻ മേഖല, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കളൊക്കെ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ മേഖലയിൽ മാരേജ് ബ്യൂറോക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലർ മേഖല കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമാണ്. ഇന്റീരിയർ ഡിസൈൻ അനുകൂലമാണ്. വാഹനങ്ങൾ അനുകൂലമാണ്. ഹോസ്പിറ്റൽ, നഴ്സ് മേഖല അനുകൂലമാണ്. സിനിമാ മേഖല അനുകൂലമാണ്. പക്ഷേ ഹോസ്പിറ്റലൊക്കെ മാനേജ്മെൻറ്റുകൾക്കാണ്. നഴ്സ് മേഖല അനുകൂലമാണ്. പൊതുവെ ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. ഞാൻ എടുത്ത അനുകൂലമുള്ളവർക്ക് പറയുന്നുണ്ട്, അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആഭരണ മേഖല, സ്വർണ്ണാഭരണത്തിന് അത്ര അനുകൂലമല്ല. പക്ഷേ മറ്റ് ആഭരണ മേഖലകളൊക്കെ അനുകൂലമായിരിക്കും. ഹോം നഴ്സിംഗ് മേഖല അനുകൂലമാണ്. എന്നാൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. മത്സ്യമാംസാദി കാര്യങ്ങൾ കച്ചവടം ചെയ്യുന്ന കർക്കിടകക്കൂറുകാർക്കും അനുകൂലം അല്ല. ഇനി തൊഴിൽ മേഖല, ഈ ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖല മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് നോക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ തൊഴിൽ മേഖല. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്.
എങ്കിലും അവരുടെ ആരോഗ്യ മേഖല അത്ര മേന്മയുള്ളതല്ല. ഈ പഴക്കച്ചവടക്കാർ വളരെയധികം പെട്ടെന്ന് ഡാമേജ് ആവുന്ന വസ്തുക്കളെ കച്ചവടം ചെയ്യുന്ന ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രാഷ്ട്രീയക്കാർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ശില്പികൾ, സ്റ്റാർട്ടപ്പുകൾ, പൂജാദ്രവ്യം ഇവർക്കൊന്നും അനുകൂലമല്ല. സ്വർണ്ണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ആയോധന കലാരംഗം അനുകൂലമല്ല. മരവ്യവസായം അനുകൂലമല്ല. ഈ സീവമരൊക്കെ ആയിട്ടുള്ളവർക്കൊന്നും അത്ര മേന്മയുള്ളതായിരിക്കില്ല. എന്നാൽ ഈ കാർഷിക മേഖല ചിങ്ങക്കൂറുകാർക്ക് മേന്മയുള്ളതാണ്. ടെക്സ്റ്റൈൽസ് മേഖല മേന്മയുണ്ട്. മനോരോഗ ചികിത്സാ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അനുകൂലമാണ്. പെയിൻറ്റിംഗ് മേഖല, ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലിനൊക്കെ അനുകൂലമാണ്. ശീതളപാനീയ വിൽപ്പനയൊക്കെ അനുകൂലമാണ്. മൃഗസംരക്ഷണ മേഖല, ബേക്കറി, സാമൂഹ്യ മേഖല ഇതൊക്കെ അനുകൂലമാണ്. എന്നാൽ അതേപോലെ ചിങ്ങക്കൂറുകാർക്ക് ഇരുമ്പ്, സ്റ്റീൽ കൊണ്ടൊക്കെ ഉള്ള വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലം. ആട് ഫാം അനുകൂലം. IT മേഖല, മാനേജിംഗ് മേഖലയൊക്കെ അനുകൂലം. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ഡ്രൈവർമാർക്ക് അനുകൂലമാണ്. അതേപോലെ പോലീസ്, കോടതി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കച്ചവടം, ലോട്ടറി കച്ചവടം ഇതൊക്കെ പൊതുവെ അനുകൂലമാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖല ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമാണ്. എഴുത്തുകാർ, കവികൾ, പത്രപ്രവർത്തകർ, ഡാറ്റ അനാലിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമാണ്. ഗവേഷകർക്ക് അനുകൂലമാണ്. ധനകാര്യ മേഖല, PR മേഖലയൊക്കെ അനുകൂലം ആണ്. ദേവകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമല്ല. കൺസൾട്ടിംഗ് മേഖല അനുകൂലമല്ല. അഭിഭാഷകർ, ന്യായാധിപന്മാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി കോടതിയുമായി ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ടൂറിസം മേഖല, ആസൂത്രണ മേഖല ഇതൊക്കെ അനുകൂലമല്ല. സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല. ബിസിനസ് രംഗം പൊതുവെ അത്ര അനുകൂലമല്ല. എന്നാൽ ഫാഷൻ, അലങ്കാര വസ്തുക്കൾ ഇതൊക്കെ അനുകൂലമാണ്. ആഡംബര വസ്തുക്കൾ അനുകൂലമാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ബ്യൂട്ടി പാർലറുകാർക്ക് അനുകൂലമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ, വാഹനങ്ങൾ, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് മേഖല, നഴ്സിംഗ് മേഖല അനുകൂലമാണ്. സിനിമാ രംഗം, ഉപഭോക്തൃ സംരക്ഷണ മേഖല, കലാരംഗം, ആഭരണ മേഖല, ഹോം നഴ്സിംഗ് മേഖലയൊക്കെ അനുകൂലമാണ്. ആഭരണത്തിൽ സ്വർണ്ണാഭരണം കൊള്ളില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അനുകൂലമല്ല. അതേപോലെ നിർമ്മാണ പ്രവർത്തന മേഖലയിലൊന്നും അത്ര മേന്മയുള്ളതല്ല. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല. മത്സ്യമാംസാദി കച്ചവടം ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. നേരിട്ട് തൊഴിലാളികളായിട്ടുള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല. കന്നിക്കൂറ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് ദോഷകരമാണ്, എങ്കിലും ദൈവാധീനമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർക്ക് അനുകൂലമാണ്. ഈ പഴക്കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ശില്പികൾ, രാഷ്ട്രീയക്കാർ അനുകൂലമാണ്. ചെറിയ സ്റ്റാർട്ടപ്പുകാർക്ക് അനുകൂലമാണ്. സ്വർണ്ണ മേഖലക്കാർക്ക് അനുകൂലമാണ്. ആയോധന കലാരംഗത്ത് മേന്മയുണ്ടാകും. അതേപോലെ ഈ മരവ്യവസായക്കാർക്കൊക്കെ അനുകൂലമാണ്. കാർഷിക മേഖല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല. ടെക്സ്റ്റൈൽസ് മേഖല അനുകൂലമല്ല. ആരോഗ്യ മേഖലയിൽ ഈ മനോരോഗ ചികിത്സാ രംഗത്തുള്ളവർക്ക് അത്ര മേന്മയുള്ളതല്ല. പെയിൻറ്റിംഗ് മേഖല അനുകൂലമല്ല. ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, സ്ത്രീകൾ നേതൃത്വം നൽകുന്ന തൊഴിലുകളൊന്നും മേന്മയില്ല. ശീതളപാനീയ കച്ചവടക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ശീതളപാനീയ കച്ചവടമൊക്കെ നടത്തുന്നവർ. അതേപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത്ര അനുകൂലമല്ല. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ മേഖലയൊന്നും അനുകൂലമല്ല. സാമൂഹ്യ പ്രവർത്തകർക്ക് അനുകൂലമല്ല. ബിസിനസ് രംഗം പൊതുവേ കച്ചവടം അനുകൂലമല്ല. പ്രതിരോധ മേഖല അനുകൂലമല്ല. പ്രതിരോധ സൈനിക മേഖല, ഇലക്ട്രോണിക്സ് മേഖല ഇതൊന്നും അനുകൂലമല്ല. ഇരുമ്പ്, സ്റ്റീല് തുടങ്ങി അത് കച്ചവടത്തിൽ പെടുന്നതാണ്, അതുകൊണ്ട് അതൊന്നും അനുകൂലമല്ല. IT മേഖല അനുകൂലമല്ല.
ലോട്ടറി കച്ചവടം, ഡ്രൈവർമാർ, സ്പോർട്സ് മേഖല, മാനേജ്മെൻറ്റ് മേഖല ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ വിദ്യാഭ്യാസ മേഖല അത്ര അനുകൂലമല്ല. സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അനുകൂലമല്ല. എഴുത്തുകാർ, കവികൾ ഇവർക്ക് അനുകൂലമല്ല. ഗവേഷകർ, ഡേറ്റ അനാലിസ്റ്റുകൾ അനുകൂലമല്ല. ധനകാര്യ മേഖല, PR വർക്ക് ഇവരൊന്നും അനുകൂലമായ അവസ്ഥ അല്ല.